ഹായ് എവരിവൺ, വൃന്ദ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പഠിച്ചു അല്ലേ. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്? നേച്ചർ ഓഫ് മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ. ഇതിൽ നേച്ചർ ഓഫ് മെറ്റീരിയലും ലെങ്ത്തും ആൻഡ് ഏരിയ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറയാനായിട്ട് ബാക്കി വെച്ചിരുന്നത് ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലേ. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി കൂടുമെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുന്നത് തന്നെയാണ്. അപ്പോൾ റെസിസ്റ്റൻസിനെ ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയാനായിട്ട് റെസിസ്റ്റിവിറ്റീനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ പോരെ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്. rho T is equal to rho 0 into 1 plus alpha T minus T0, where rho 0 is the resistivity at temperature T0, resistivity at T0, and rho T എന്താണ്? resistivity at temperature T. ഓക്കെ, ആൻഡ് ഇവിടെ ഈ കാണുന്ന ആൽഫ എന്താണ്? ആൽഫ ഇസ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് T0 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടി എന്ന ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റി ആണ് റോ ടി എന്ന് പറയുന്നതും T0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റി ആണ് റോ 0 എന്ന് പറയുന്നതും. ക്ലിയർ? അപ്പോൾ ഈ റോ 0യും റോ ടിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണെന്നും പറഞ്ഞു. ഇനി ഈ ഇക്വേഷനിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ തീരുമാനിക്കുന്നത് ആൽഫയാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയോ കുറയോ ആണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഈ ആൽഫയാണ്. ഇനി നമ്മൾ ബന്ധം നോക്കുകയാണെങ്കിൽ പ്രത്യേകത ഇതാണ്. നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം. ഓക്കെ, കേസ് 1 എന്ന് പറയുന്നത് ഫോർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? കണ്ടക്ടേഴ്സിന് സെമി കണ്ടക്ടേഴ്സിൻ്റെയൊക്കെ കേസിൽ ഇതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫോർ കണ്ടക്ടേഴ്സ് ആൽഫ ഈസ് എന്തായിരിക്കും? പോസിറ്റീവ് ആണ് ആൽഫയുടെ വാല്യൂ. എന്താണ് പോസിറ്റീവ് ആവുന്നതിലുള്ള ഉപയോഗം? ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്ന കേസാണെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ടെമ്പറേച്ചറിനേക്കാൾ വലുതായിരിക്കും സെക്കൻഡ് ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് T ഗ്രേറ്റർ ദാൻ T0 ആണെന്ന് കൺസിഡർ ചെയ്യാം. T ഗ്രേറ്റർ ദാൻ T0 ആണെങ്കിൽ T മൈനസ് T0 എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കില്ലേ? T മൈനസ് T0 എന്ന് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. T ആണ് ഗ്രേറ്റർ, അപ്പോൾ T മൈനസ് T0 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആൻഡ് മെറ്റൽസിൻ്റെ കേസിൽ ആൽഫ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ആൽഫ ഇൻറ്റു T മൈനസ് T0 എന്തായിരിക്കും? അതും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കില്ലേ അല്ലേ. ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 പ്ലസ് കൂട്ടുമ്പോൾ 1ൻ്റെ കൂടെ ഈ ഒരു വാല്യൂ കൂട്ടുമ്പോൾ എന്തായിരിക്കും? 1നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. 1നേക്കാൾ കൂടുതലുള്ളൊരു നമ്പർ കൊണ്ട് ഈ റോ 0നെ, അതായത് ഇത് 1നേക്കാൾ ഗ്രേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഈ വാല്യൂ കൊണ്ട് ഈ റോ 0നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ റോ 0നേക്കാളും വലുതായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് റോ ടി ഈസ് ഗ്രേറ്റർ ദാൻ റോ 0. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്താണ് പറയുന്നത്? ഫോർ കണ്ടക്ടേഴ്സ്
ടി ഗ്രേറ്റർ ദാൻ ടി സീറോ ആകുമ്പോൾ എന്താവും റോ ടി ഗ്രേറ്റർ ദാൻ റോ സീറോ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആസ് ടെമ്പറേച്ചർ increases resistivity of metal also increases. Okay, resistivity of metal also increases. ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവുന്നുണ്ട്, റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് നോക്കാം. അത് കേസ് 2 എന്താണ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇൻസുലേറ്റേഴ്സിനും സെയിം ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഫോർ സെമി കണ്ടക്ടർ ടി ഗ്രേറ്റർ ദാൻ ടി സീറോ തന്നെയാണ്. ഓക്കെ, ടി ഗ്രേറ്റർ ദാൻ ടി സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ എന്താണ് ഒരു കാര്യമുള്ളത്, ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ടി ഗ്രേറ്റർ ദാൻ ടി സീറോ ആണ്, പക്ഷേ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ദെൻ ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആവില്ലേ? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 മൈനസ് നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് ടി സീറോ എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ പറഞ്ഞത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആൽഫ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, ടി മൈനസ് ടി സീറോ അപ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1 മൈനസ് ആൽഫ ടി ഇൻറ്റു ടി മൈനസ് ടി സീറോ ആവില്ലേ ഇത് അല്ലേ? ഇവിടെ നെഗറ്റീവ് വന്നു, അപ്പോൾ 1 മൈനസ് ഇതാവും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ വാല്യൂ 1നേക്കാൾ ലെസ് ആയിരിക്കും. ക്ലിയർ? ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു 0.6 0.5 അങ്ങനത്തെ വാല്യൂ ആണ് നമ്മൾ ഈ റോ സീറോന് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. റോ സീറോനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് ഈ മൊത്തം വാല്യൂ നമ്മൾ എന്താ പറഞ്ഞാൽ സീറോനേക്കാൾ ലെസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഈ റോ സീറോനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വാല്യൂ എന്തിനേക്കാളും റോയിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് എന്താണ്, റോ ടി ലെസ് ദാൻ റോ സീറോ ആയിരിക്കും. ഓക്കെ, റോ സീറോന് കാളും ചെറുതായിരിക്കും എന്ത്, ഈ റോ ടി എന്ന് പറയുന്ന വാല്യൂ. ദാറ്റ് ഈസ് T1 ഗ്രേറ്റർ ദാൻ ടി സീറോ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, സെമി കണ്ടക്ടറിൻ്റെ കേസിൽ റോ ടി ലെസ് ദാൻ റോ സീറോ. അതായത് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി റോ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റോടത്ത് ഇൻ കേസ് ഓഫ് മെറ്റൽസ് നമ്മൾ എന്തായെന്ന് പറയുന്നത്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യായിരുന്നു. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന് ഇൻസുലേറ്റേഴ്സിന് കേസിൽ എന്താണ് ഉണ്ടാകുന്നത്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിലേഷൻ പഠിച്ചിരുന്നത് എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ റിലേഷൻ? റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. അതെന്തായിരുന്നു ആ റിലേഷൻ? റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നായിരുന്നു അല്ലേ? ഓക്കെ, ഹിയർ എം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഇ ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഈ രണ്ടെണ്ണം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടുന്ന് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ, ദെൻ റോ പ്രൊപ്പോർഷണൽ ടു 1 ബൈ എൻ ടോ എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഡെൻസിറ്റി ഓർ number of free electrons per unit volume and tau is the relaxation time. Clear? അപ്പോൾ നമ്മൾ പറഞ്ഞു റോ പ്രൊപ്പോർഷണൽ ടു എൻ ടോ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മെറ്റൽസിലും സെമി കണ്ടക്ടേഴ്സിലും ഉള്ള കേസ് നമുക്കൊന്ന് നോക്കിയാലോ. ഇൻ കേസ് ഓഫ് മെറ്റൽസ് എന്തായിരിക്കും ഉണ്ടാവുക? മെറ്റൽസിൻ്റെ കേസിൽ കുറച്ച് കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് പറയാം.
n has no change. Okay, n has no change. അതെന്തുകൊണ്ടാണ്? നോർമൽ സിറ്റുവേഷനിൽ എന്നിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതായത് എന്തുകൊണ്ടാണ്? ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം പുതിയതായിട്ട് അവിടെ വരുന്നില്ല. ഇനി എന്തെങ്കിലും കൂടുതൽ ടെമ്പറേച്ചർ ചേഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നിന് അവിടെ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ അവിടെ എന്നിന് ചേഞ്ച് ഒന്നുമില്ല. ആൻഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി ഇൻക്രീസസ് ആൻഡ് എന്തും കൂടി ഉണ്ടാവും? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്യും. ആൻഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് കൊളീഷൻസ് ഉണ്ടാവും അല്ലേ? ഇലക്ട്രോൺസിന് വെലോസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അവ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ഫാസ്റ്റ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് എന്താണ്? കൊളീഷൻസും ഇൻക്രീസ് ചെയ്യും. അവിടെ കൊളീഷൻസ് പെട്ടെന്ന് നടക്കും. അപ്പോൾ ഇവിടെ കൊളീഷൻസിൻ്റെ ഇടയിലുള്ള ടൈം ഇൻ്റർവെല് കുറയും. ദാറ്റ് ഈസ് റിലാക്സേഷൻ ടൈം. ടോ എന്ത് ചെയ്യും? ഡിക്രീസസ്. ഓക്കെ, ടോ ഡിക്രീസസ്. ദാറ്റ് ഈസ് as relaxation time tau decreases. As tau decreases നമ്മുടെ എന്ത് കൂടും? റെസിസ്റ്റിവിറ്റി റോ ഇൻക്രീസസ്. ക്ലിയർ? ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻ കേസ് ഓഫ് മെറ്റൽസ് എന്താണ്? ടി ഗ്രേറ്റർ ദാൻ T0 ആവുമ്പോൾ റോ ടി ഗ്രേറ്റർ ദാൻ റോ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്തുണ്ടാവും? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊളീഷൻസ്, അവ തമ്മിലുള്ള കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ കൊളീഷൻസ് കൂടുമ്പോൾ അത് കൊളീഷൻസ് പെട്ടെന്ന് നടക്കും. അപ്പോൾ കൊളീഷൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം ഇൻ്റർവെല് കുറയും. അതായത് റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നത്? റെസിസ്റ്റിവിറ്റി കൂടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാവും? റെസിസ്റ്റിവിറ്റി കൂടും. ക്ലിയർ? ഇതാണ് മെറ്റൽസിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്തായിരിക്കും നടക്കുന്നത്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസസ്. ബിക്കോസ് നമ്മൾ സാധാരണ സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് പ്യുവർ മെറ്റൽസ് ആണ്, പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് മെയിൻലി നമ്മുടെ കാർബൺ ഫാമിലിയിലെ എന്താണ്? സിലിക്കൺ, ജെർമേനിയം ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതാ സിലിക്കൺ ഒരു ക്രിസ്റ്റൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സിലിക്കൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് വീതമുണ്ട്. അങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓരോന്നിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? 4 ഫ്രീ ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട്. ഈ ഓരോ സിലിക്കണും അടുത്തുള്ള സിലിക്കണായിട്ട് കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഓരോ സിലിക്കണും ഇതുപോലെ അടുത്തുള്ള സിലിക്കണായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യാം അല്ലേ? ഇനി ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഈ ഓരോ ബോണ്ടുകളും ബ്രേക്ക് ചെയ്യും. അതായത് ഒരു സിലിക്കൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് 2 സിലിക്കൺ കോവാലന്റ് ബോണ്ടിൽ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. അത് എന്തായും ബ്രേക്ക് ചെയ്ത് എന്തുണ്ടാവും? ഇവിടെ ഹോൾസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, പ്ലസ് ഇവിടെ എന്തുണ്ടാവും? ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ 2 ബോണ്ടിൻ്റെ അവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഈ ഓരോ ബോണ്ടുകളും ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് കൂടാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻ ഇൻക്രീസസ്. ഓക്കെ, എൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? റോ ഡിക്രീസസ്. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ നെക്സ്റ്റ് കേസിൽ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈം ടോ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും?
റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് റിലാക്സേഷൻ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടണം. എന്നാൽ ഇവിടെ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് റിലാക്സേഷൻ ടൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റിനെ ഡൊമിനേറ്റ് ചെയ്യും. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് റിലാക്സേഷൻ ടൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റിനെ ഡൊമിനേറ്റ് ചെയ്യും. ഓക്കെ, ദസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് വാല്യൂ ഓഫ് ആൽഫ എന്താണ്? നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിലും ടെമ്പറേച്ചർ ഒരുപോലെ ആവില്ല. ഇൻ കേസ് ഓഫ് മെറ്റൽസ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻ കേസ് ഓഫ് മെറ്റൽസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് resistivity rho increases, and in case of semiconductors എന്താണ് ഉണ്ടാകുന്നത്? as temperature increases resistivity rho decreases. okay, clear? ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊക്കെ പഠിച്ചു. ഓരോ മെറ്റീരിയലിലും കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുക, സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിലൊക്കെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് സ്പെസിഫിക്കായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു പോകാം. താങ്ക് യു.